6 വിദ്യാർത്ഥികൾക്കുള്ള സെഷനാണ് നടക്കുന്നത്. ആദ്യം തന്നെ ഇതിൽ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും എസ്ആപ്പിന്റെ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മുടെ സെഷനിലൂടെ ഞാൻ ആരംഭിക്കും. Before we are entering to the session, I'll be glad to introduce Mr. Niyaz SK, who is handling the session today. Niyaz sir is an assistant professor from the Department of Electronics and Communication from College of Engineering, Kallupara, Pathanamthitta district. And our expert faculty has more than 88 years of experience in this field, who had done his MTech in communication systems from Nurul Islam University. Yes, sir, we are glad to have you here for this session. ഒരിക്കൽ കൂടി സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രദ്ധിക്കുക, നമുക്ക് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സെഷനാണ് ഉള്ളത്. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സബ്ജക്റ്റിലെ ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസ്. The session will be on module 4 digital modulation schemes. ഈ 1 hour സെഷനിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ Q&A, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, എനി ഡൗട്ട്സ് ഓർ എനിത്തിങ് ക്ലിയർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെ സ്ക്രീനിലെ Q&A എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. 1 hourനകത്ത് നമുക്ക് അവസാനത്തെ Q&A സെഷനിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ലൈവായി തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാം. ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ പിന്നീട് ലഭ്യമാക്കും. Once again, welcome you, sir. I am switching over to you. You may start the session now. Yes, sir. Okay, good afternoon all. Myself Niyaz SK. I am handling the session today. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസ് എന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം, നമ്മൾ മോഡ്യൂൾ 3 പഠിച്ചത് ബേസ് ബാൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പോ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽ ട്രാൻസ്മിഷൻ ചെയ്യാൻ നേരത്ത് നമുക്ക് 2 രീതിയിലാണ് ഡേറ്റ ട്രാൻസ്മിഷൻ നടത്തുന്നത്. ഒന്നെന്ന് പറയുന്നത് ബേസ് ബാൻഡ് ഡേറ്റ ട്രാൻസ്മിഷൻ. അത് നിങ്ങൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചതാണ്. ഇത് ഈ മോഡ്യൂളിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് പാസ് ബാൻഡ് ട്രാൻസ്മിഷൻ സിസ്റ്റം. ഓക്കെ, ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഡേറ്റ നേരിട്ട് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്, നേരിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് പാസ് ബാൻഡ് ട്രാൻസ്മിഷനിൽ നമ്മൾ ഡിജിറ്റൽ ഡേറ്റ ഒരു ഹൈ ഫ്രീക്വൻസി സിനുസോയ്ഡൽ കാരിയറുമായിട്ട് മോഡുലേറ്റ് ചെയ്താണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ അനലോഗ് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഫേസ്, ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയറിനെയാണ് നമ്മൾ ഇതിനകത്ത് മോഡുലേറ്റ് ചെയ്യുന്നത്. ഡിജിറ്റൽ ഡേറ്റയുടെ മെസ്സേജിനനുസരിച്ച് നമുക്ക് കാരിയർ സിഗ്നലിന്റെ ഫേസോ ഫ്രീക്വൻസിയോ ആംപ്ലിറ്റ്യൂഡോ നമുക്ക് മാറ്റിയെടുക്കാം. അതിനനുസരിച്ച് നമ്മൾ ഫേസ് ഷിഫ്റ്റ് കീയിങ്, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും 2 ടൈപ്പാണ് നമ്മൾ ഡിറ്റക്ഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പാസ് ബാൻഡ് സിഗ്നൽസ് കോഹറന്റ് ഡിറ്റക്ഷനിലൂടെയും നോൺ കോഹറന്റ് ഡിറ്റക്ഷനിലൂടെയുമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ലോക്കൽ കാരിയർ ഡിറ്റക്ടർ സൈഡിൽ ജനറേറ്റ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ കോഹറന്റ് മോഡുലേഷൻ ചെയ്യുന്നത്. അതായത് റിസീവർ സൈഡിൽ നമ്മൾ ഏത് കാരിയർ ആണോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത് അത് ലോക്കലി ജനറേറ്റ് ചെയ്തിട്ട് അതിനെ ഫേസ് ലോക്ക്ഡ് ചെയ്തിട്ടാണ് നമ്മൾ കോഹറന്റ് ഡിറ്റക്ഷൻ ചെയ്യുന്നത്. നോൺ കോഹറന്റ് ഡിറ്റക്ഷനിലാണെങ്കിൽ നമ്മൾ നീഡ് നോട്ട് ബി ഫേസ് ലോക്ക്ഡ് ആയി. ഒരു പാസ് ബാൻഡ് ട്രാൻസ്മിഷൻ മോഡലിന്റെ ബ്ലോക്ക് ഡയഗ്രാം, ഓവറോൾ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. Here there is a message source MI which it is sent to an encoder
This encoder will map the MI signals to SI symbols using different symbol encoding techniques. Then it is modulated using any one of these schemes, that is phase, frequency, or amplitude shift keying, or that can be coherent or non-coherent or non-coherent. Here a carrier is used for modulation. After modulation, we get a signal SI of t. This is transmitted using a channel, and this channel, the noise will be getting added, and we get a signal X of t. It is sent to the detector. It will detect the signal, and it is finally transmitted to a decoder. It will decode the signals and get an estimate of the message signal what we have been transmitted. First, we can discuss about the binary phase shift key. In binary technique, we use the symbols either 0 or 1. In phase shift keying techniques, we change or we alter the phase of the signal for the different message symbols. Here we have using two types of symbols. There is 1 and 0. 1 and 0 are the transmission symbols used in the BPSK signal. Therefore, AN is 0 and 1. It is encoded using a symbol mapping in technology, that is 1 and -1 respectively. That is, we are using 1 to encode the message symbol 1 and -1 to encode the transmission symbol 0. For every TB seconds, the modulator transmits one of the two carriers that corresponding to the information bit being a 1 or 0. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈനറി 1 നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ എടുക്കുന്നത് SI of t is S1 for this particular case S1 of t is equal to AC cos 2 pi FCT. ബൈനറി 0 നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് AC cos 2 pi FCT plus pi. ഇതിനകത്ത് തന്നെ നമുക്ക് കാണാം ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതിനകത്ത്. സോ cos 180 plus theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ minus cos theta ആയതുകൊണ്ട് തന്നെ ബൈനറി 0 ആവുമ്പോൾ നമുക്ക് minus AC cos 2 pi FCT എന്ന് പറയും. റിസൾട്ടന്റ് BPSK സിഗ്നലിനെ നമ്മൾ X of t is equal to AC into sigma n is equal to minus infinity to infinity AN pi of t minus NTB by TB cos 2 pi FCT എന്ന് ജനറലി നമ്മൾ പറയും. അതിനകത്ത് AN എന്ന് പറയുന്നത് ഇതിനകത്ത് സംബന്ധിച്ചോളം 1 ഉം -1 ഉം ആണ് ഫോർ കറസ്പോണ്ടിങ് ബൈനറി 1 ആൻഡ് 0. ഇതിനകത്ത് എൻ ഫേസ്, അതാണ് നമ്മൾ ഏതൊരു X of t എടുത്ത് നോക്കിയാലും രണ്ട് കോമ്പണന്റ്സ് ഉണ്ടാവാം, ഇൻഫേസ് കോമ്പണന്റും ക്വാഡ്രേച്ചർ കോമ്പണന്റും. ഇതിനകത്ത് ഇൻഫേസ് കോമ്പണന്റ് മാത്രമേ ഉണ്ടാവൂ, കാരണം ഇതിനകത്ത് വേറെ ടേംസ് ഒന്നും വരുന്നില്ല, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫേസ് കോമ്പണന്റ് മാത്രമാണ് ഉണ്ടാവുക. This is the block diagram for the BPSK modulation. BPSK modulation ഇതിനകത്ത് നമുക്ക് കാണാം, നമ്മളൊരു മെസ്സേജ് ബിറ്റ് വരുന്നുണ്ട്. ആ മെസ്സേജ് ബിറ്റിനെ നമ്മളൊരു സിമ്പിൾ മാപ്പിംഗ് വഴിച്ചിട്ട് നമ്മൾ എൻകോഡ് ചെയ്ത്, അത് 1 ആണെങ്കിൽ AN equal to 1 ആയിരിക്കും, BN 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് -1 ആയിരിക്കും. ഇതിനെ നമ്മൾ ഒരു പൾസ് ഷേപ്പിംഗ് ഫിൽട്ടർ വഴി പൾസ് ഷേപ്പിംഗ് ചെയ്തതിന് ശേഷം നമുക്കൊരു I of t എന്നൊരു സിഗ്നൽ കിട്ടും. ഈ I of t എന്നുള്ള സിഗ്നലിനെ നമ്മൾ ശരിക്കും മോഡുലേറ്റ് ചെയ്യും. ഒരു കരിയർ വെച്ചിട്ടാണ് മോഡുലേറ്റ് ചെയ്യുന്നത്. AC cos 2 pi FCT എന്നുള്ള ഒരു കരിയർ വെച്ച് മോഡുലേറ്റ് ചെയ്ത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നമ്മുടെ X of t കിട്ടും. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് സപ്പോസ് നമ്മളൊരു കാണിച്ചിരിക്കുന്ന 101101 എന്നൊരു മെസ്സേജ് ആണെങ്കിൽ നമ്മൾ 1നെ നമ്മൾ +1 വെച്ചിട്ടും 0നെ -1 വെച്ചിട്ടുമാണ് നമ്മൾ എൻകോഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മോഡുലേറ്റ് ചെയ്ത സിഗ്നലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കോസ് സിഗ്നൽ കാണാൻ പറ്റും. ആ കോസ് സിഗ്നലിൽ ഇതാണ്ട് ഒരു 1 കഴിഞ്ഞിട്ട് 0യിലേക്കുള്ള ട്രാൻസിഷനിലേക്ക് ഒരു ഫേസ് ചേഞ്ച് കാണാം. ഇവിടെ ഒരു ഫേസ് ചേഞ്ച് കാണാം, ഒരു 180 ഡിഗ്രി ഫേസ് ചേഞ്ച് നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ 0 കഴിഞ്ഞ് വീണ്ടും ഇവിടെ 1 എത്തുമ്പോൾ വീണ്ടും ഒരു ഫേസ് ചേഞ്ച്, അഗൈൻ ഒരു 180 ഡിഗ്രി ഫേസ് ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ കോഹറന്റ് ഡീമോഡുലേഷനിലേക്ക് പോവുകയാണെങ്കിൽ
ഈ കോഹറന്റ് ഡിമോഡുലേഷനിലേക്ക് നമുക്ക് വരുന്നത് RFT എന്ന് പറയുന്ന സിഗ്നലിലേക്ക് വരുന്നത് ഒരു നോയ്സി സിഗ്നലാണ് വരുന്നത്. ഈ നോയ്സി സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ബൈനറി സീക്വൻസ് ഓഫ് വൺസ് ആൻഡ് സീറോസ് ആയിരിക്കും. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ഒരു വൺസ് ആൻഡ് സീറോസ് ആയിരിക്കും നമ്മൾ കാണുന്നത്. നമ്മൾ ഈ സിഗ്നലിനെ നേരെ ഒരു കോറിലേറ്റർ ഇൻപുട്ടിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഈ നോയ്സി സിഗ്നലിനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ കോറിലേറ്ററിലേക്ക് അപ്ലൈ ചെയ്യും. ഈ കോറിലേറ്ററിലേക്ക് നമ്മൾ ഒരു കോഹറന്റ് റെഫറൻസ് സിഗ്നൽ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 cos 2 pi FCT എന്നുള്ളൊരു കോഹറന്റ് സിഗ്നൽ നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ ഓരോ കോറിലേറ്റർ ഔട്ട്പുട്ടിനെ നമ്മൾ സാമ്പിൾ ചെയ്യും. യു ഹാവ് ടു സാമ്പിൾ ദ ഔട്ട്പുട്ട് അറ്റ് ഈച്ച് ഇന്റർവൽ വിച്ച് ഈസ് കമ്പയർഡ് വിത്ത് എ ത്രെഷോൾഡ് വോൾട്ടേജ്. Threshold voltage having the value 0 voltage. Suppose we are getting the signal x is greater than 0, the receiver will decide in the favor of symbol 1. On the other hand, if x is exactly 0, the receiver makes a random guess in the favor of 0 and 1. If x is less than 0, it decides in the favor of symbol 0. അതായത് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന സിമ്പിൾ, നമുക്ക് കിട്ടിയ സിഗ്നൽ സിമ്പിൾ 0 ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ലെസ് ദാൻ 1 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ കിട്ടിയ സിമ്പിൾ 0 ആണെന്ന് അസ്യൂം ചെയ്യും. ദിസ് ഈസ് ദ വേവ് ഫോംസ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ദീസ് സിഗ്നൽ. Next we go for the error performance of the binary phase shift keying. For that we are using basic functions. Here I have to tell you some terms. That is, TB is the bit duration and EB is the transmitted signal energy per bit. To ensure that each transmitted bit contains an integral number of cycles of carrier wave, the carrier frequency FC is chosen to be equal to N by TB, where N is a integer. Okay. Then we choose some basic function phi1 of t. This phi1 of t is equal to root of 2 by TB cos 2 phi FCT, where t lies between 0 and TB. We can write the BPSK waveforms as S1 of t equal to SAC into root TB by 2 phi1 of t, that is equal to root EB by root EB into phi1 of t. Similarly, S2 of t is equal to minus AC root TB by 2 phi1 of t, that is equal to minus EB, root EB into phi1 of t. The signal constellation diagram is shown in the figure. A coherent binary PSK system is therefore characterized by having a signal space that is one-dimensional. You can see in the signal concentration diagram, it is one-dimensional signal. It has two message points, S1 and S2. The message point S11 is equal to integral 0 to TB S1 of t into phi1 of t, that is root EB, that is shown in this point. S21 is equal to root 0 integral 0 to TB S2 of t into phi1 of t dt, that is equal to minus root EB. Therefore, this d minimum, that is distance between these two symbols, is 2 into root EB. While we find out the bit error performance for the BPSK is equal to Q into d minimum by root 2 N0, where Q is the error function, that is 1 by 2 error function complement, that is equal to 1 by 2 error function complement into root 2 EB by N0. The detailed derivation will be seen in the later. This is binary frequency shift key. Binary frequency shift key. Here frequency is changing.
that is, information is transmitted by sending carrier burst of two different frequencies. That is, binary 1 is transmitted using one frequency and binary 0 is transmitted using another frequency. F1 is equal to Fc plus delta F by 2 and F2 is equal to Fc minus delta F by 2, where delta F is the frequency deviation. For binary 1, we are using S1 of t is equal to AC cos 2 pi FCT plus pi into delta Ft plus phi 1, and S2t is equal to AC cos 2 pi FCT minus pi into delta Ft plus phi 2. So here we generate two frequencies F1 and F2. For that we need separate oscillator which is tuned to do different frequencies F1 and F2. Which will suit between their outputs in accordance with the amplitude of the random bit during the bit interval. That is, one if the suppose bit binary symbol 1 is transmitting, then we use the frequency of 1, and if it is using 0, then we choose the frequency F2. And phi 1 and phi 2 are the arbitrary phases of two frequency bursts generated by two separate oscillators. A typical pair of sinusoidal signal can be described, that is, which is similar to that of the BPSK. SI of t, here it is in the matrix form. SI of t is equal to root 2 EB by TB cos 2 pi FIT, and it is 0 for the elsewhere outside the bit period TB. We are using the orthonormal basic function phi I of t, that is equal to root 2 by TB cos 2 pi FIT for the bit period TB, and it is 0 for elsewhere. And we calculate the Sij, that is equal to integral 0 to TB Si of t phi of t dt, and its value is root EB for I is equal to j, and it is 0 for I not equal to j. Here we have S11, S12, S1, S21 and S22. In S1 we find that S11 and S12. Here S12 is equal to 0 as I is equal to j, I is not equal to j. For I is equal to j, the value is root EB. Similarly for S2, S21 is absent and S22 is equal to root EB. That are the two symbols. For the error probability is 1 by 2 error function complement root EB by 2 and 0. In the binary FSK transmitter, we apply some binary data sequence applied to the on-off level encoder at the amplitude which the symbol 1 is represented by a constant amplitude of root EB volts and symbol 0 is represented by 0 volt. By using an inverter in the lower channel, we are using an inverter in the lower channel to make cancelling the effect of the lower oscillator. Here the F1 is on and F2 is off for the binary symbol, and when we have symbol 0 at the input, the oscillator in the lower channel is switched on, and with the resultant that the frequency F2 is transmitted. That time the frequency channel 1 is, lower channel is off. And we will transmit the signal as the oscillators are synchronized. Their output satisfies the requirement of the two orthonormal basis functions phi 1 and phi 2. Then we go for the coherent binary FSK detection process. Here the received signal is separated by using two correlators. Each of this is fed with the two oscillators phi 1 of t and phi of t, and after the integral function, then the signal x1 and x2 is get. This is subtracted and we get the signal y signal. Y signal is compared with the threshold voltage 0. Similar to the BPSK, here also y is greater than 0, the receiver decides in favor of 1, and if y is less than 0, we decides in the favor of 0. If y is exactly 0, it will randomly assigns 1 or 0. Now we can go for a question, that is problem.
Find out the error probability of PFSK system for the following parameters. Power spectral density of white noise is N0 equal to 10 raised to minus 10 watts per hertz. Amplitude of the carrier is A is equal to 1 millivolt at the receiver input. And the frequency of the baseband non-return to zero signal is FB is equal to 1 kilohertz. P is, we know that EB is equal to P into T. The P is the power into T. For finding out the power, we need P is equal to A square T, A square by 2. Here A is equal to 1 millivolt, or A square is equal to 1 into 10 raised to minus 6 by 2. That is the value of power. Here T is equal to 1 by AF, 1 by 1 kilohertz, that is equal to 1 millihertz. Then we multiply both to get the EB. Then to find out the probability of error, 1 by 2 error function complement. Root of EB by 2 and 0, we can substitute the values. We get the error function values from the table. So, we 1 by 2, 1 minus error function of root of EB by 2 and 0 is calculated, thereby getting the power probability of error. Okay. Next, we go for the other demodulation techniques. We have one more coherent modulation techniques, that is QPSK, which will be discussed after discussing differentially coherent BPSK. Other modulation, we know that coherent demodulation has some disadvantage, that it is not feasible for many practical applications. In some of the radio channels, the propagation delay is too rapidly to permit the accurate tracking of the carrier phase of the demodulator, and the tracking of the incoming signal's carrier phase and synchronizing the demodulator to its requires additional hardware complexity. So we go for the non-coherent demodulation techniques. We have mainly two types of non-coherent methods discussing here: differentially coherent demodulator and non-coherent demodulators. In differentially coherent demodulator, uses carrier phase of the previous symbol period as the phase reference for the current period. We are discussing differential binary phase keying, differential encoding sequence which uses a binary phase shift keying technique. Okay. Here, the first is a differential encoder. Differential encoder is getting a symbol BN, and the differential encoder encodes into a signal DN. That is, if the incoming binary signal BK is 1, if BN is taken as a reference signal, and we encoded DN according to the reference signal BN. If the incoming binary signal is BK is equal to 1, then leave the symbol DK unchanged with respect to the previous bit. If the incoming binary symbol BK is 0, change the symbol DN with respect to the previous symbol. That is, if the DN is equal to 1, then we use the symbol AN is equal to 1, and if the symbol is 0, is equal to 1, minus 1. That is the symbol mapping we used here. It is based upon the DN. Whereas in normal binary PSK, we used BN for reference. Here we are using DN. That is different. After the differential encoding of the signal, the differential encoding is based on the previous signal. And then the thing is normal for the normal PSK modulator. Whether also in the demodulator scheme, the signal is received and it is fed to a demodulator, and it is also given another input as a delayed version of the signal, and from that it can be compared with the previous symbol, and we decode it as similar with the binary phase shift key. Output of the sampler is R0 equal to EB plus NTB minus for any AN is equal to AN minus 1, that is, if the symbol has no difference with the previous symbol, and if the previous signal is different from the present signal, then we get the R0 equal to minus EB
plus NTB. Since we have polar symmetry, Vt is equal to 0 is selected here also. If R0 is greater than 0, Bn is equal to 0, and R0 is less than 0, Bn equal to 1 is selected, and bit error rate is 1 by 2 e raised to minus Eb by N0. Next we go for the quadrature modulation schemes. Till now we are using binary modulation schemes. In binary modulation schemes, you use only 0 or 180 degree, and we get in phase signals. We can use also the 4 shifts. That is, the difference between each shift can be 90 degree. So we can use the phases 45, 135, 235, and 315, and we can get the 4 phases. That is, therefore we term this as quadrature modulation scheme. It is also called as quaternary modulation schemes. Here we use 2 bits of information, that is 00, 01, 11, and 104, representing 4 different phases. Double the data rate is the main advantage of the QPSK. Is one of the modulation methods in the family known as quadrature modulation schemes, which are widely used, including in the cellular and the cable modem applications. QPSK. Quadrature modulation schemes. Suppose an information source generate M-array signals. M-array symbols, you might be familiar with the M-array symbols at the rate of D symbols per second, then T is equal to 1 by D. The symbol stream is split into 2 sequences that consist of odd and even symbols, say ANI and ANQ. That is, ANI is the in-phase components and ANQ is the quadrature components, respectively. ANI is an element of AM. Then the modulate in-phase signals AC cos 2 pi FCT every t seconds to produce the signal. AC sigma n is equal to minus infinity to infinity. ANI of V of t minus nt cos 2 pi FCT, that is equal to AC ICT of cos 2 pi FCT. I of t is used to represent the in-phase components. Similarly, for the ANQ, element of AM can be represented as AC sigma n is equal to minus infinity to infinity. AN of Q, W of t minus n of t, sin 2 pi FC of t, AC Q of t, sin 2 pi FCT. P of t and W of t are the 2 energy pulses of width t seconds. Both are having same values. So P of t is equal to W of t is equal to root of 1 by t pi of t minus nt by t. Both modulated waveforms will have their power spectrum located within the same frequency band. Then the composite modulated signal is the summation of sum of the both signals, that is AC of I of t cos 2 pi FCT minus Q of t sin 2 pi FCT. The both signals is fed to a pulse amplitude modulator, then the carrier signal is modulated, then transmitted using a multiplier adder signal. AN I is fed to one input and AN of Q is fed to another input, and it is transmitted as X of t. Okay. The in-phase and the quadrature pulse trains I of t and the Q of t can be recovered by respectively multiplying the X of t with 2 cos 2 pi FCT and 2 sin 2 pi FCT and low pass filtering the resultant waveform. നമ്മൾ ബൈനറി ഫേസ് ഷിഫ്റ്റിംഗിൽ നിന്ന് കണ്ടത് വ്യത്യാസമായിട്ട് ഇവിടെ എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 2 നമ്മൾ സിഗ്നൽസ് ഇൻഫേസ് കോമ്പോണന്റും ക്വാഡ്രേച്ചർ കോമ്പോണന്റും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 cos 2 pi FCTയും 2 sin 2 pi FCTയും ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്.
അത് രണ്ടും യൂസ് ചെയ്ത് നമ്മൾ സിഗ്നലിനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലോ പാസ് ഫിൽറ്ററിലേക്ക് കൊടുക്കുന്നു. ലോ പാസ് ഫിൽറ്ററിൽ ചെയ്തിട്ടാണ് നമ്മൾ ഫിൽറ്റേർഡ് ഔട്ട് ചെയ്യുന്ന സിഗ്നൽ കിട്ടുന്നത്. അതായത് ഇതിനകത്ത് 2 cos 2π FCT വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കിട്ടിയ സിഗ്നലിൽ നിന്നും അതിനകത്തുള്ള ANI കോമ്പോണന്റ് നമ്മൾ ഫിൽറ്റേർഡ് ഔട്ട് ചെയ്തെടുക്കും. അത് താഴത്തെ ലോ പാസ് ഫിൽറ്ററിനാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് വെച്ചാൽ ക്വാഡ്രേച്ചർ കോമ്പോണന്റ് കിട്ടും. ANI 1 plus cos 4π FCT minus AN sin 4π FCT മുകളിലും കിട്ടും. കോസിന്റെ സൈൻ ആൻഡ് കോസ് ടേംസ് താഴെയും കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഡിമോഡുലേറ്റ് അതിന് ഡിറ്റക്ട് ചെയ്തെടുക്കുന്നത്. ഇനി ക്വാഡ്രേച്ചർ ഫേസ് ഷിഫ്റ്റ് കീയിങ്ങിനെ കുറിച്ച് പർട്ടിക്കുലർലി പറഞ്ഞ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് ആണ് നമ്മളിപ്പോ കണ്ടത്. അപ്പോ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന 4 സ്കീംസ് എന്ന് പറഞ്ഞാൽ 45, 135, 225 and 315 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 ബിറ്റ് ഓഫ് ഇൻഫോർമേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈച്ച് ഓർത്തോഗണൽ കാരിയർ ഈസ് മോഡുലേറ്റഡ് ബൈ എ സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻഡിപെൻഡന്റ് പോളാർ നോൺ റിട്ടേൺ ടു സീറോ സിമ്പിൾ സീക്വൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോൺ റിട്ടേൺ ടു സീറോ എന്ന് പറയുന്നത് നമ്മൾ ഡിഫറെന്റ് സിമ്പിൾ സീക്വൻസ് ഉണ്ട്. നമ്മൾ മൊഡ്യൂൾ 3 അത് പഠിക്കുന്നത്. ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. നമുക്ക് റിട്ടേൺ ടു സീറോ ആൻഡ് നോൺ റിട്ടേൺ ടു സീറോ എന്ന് പറഞ്ഞ 2 ഫോർമാറ്റ്സ് ഉണ്ട്. നോൺ റിട്ടേൺ ടു സീറോ ആകുമ്പോൾ ഓരോ സിമ്പിൾ പീരീഡും തിരിച്ച് അതിനകത്ത് വന്നു പോകുന്നതാണ്. ദെൻ QPSK മോഡുലേറ്ററിന്റെ പടം നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇതാണ് QPSK മോഡുലേറ്ററിന്റെ പടം. QPSK മോഡുലേറ്ററിന് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് 2 സീക്വൻസ് ബൈനറി സീക്വൻസ് ഉണ്ട്. 2 ബൈനറി സീക്വൻസിന്റെ ഇടയിൽ 2 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 2 ആക്കി മാറ്റും. ഫസ്റ്റ് ഈസ് ഫോർ ഈവൻ ബിറ്റ്സ് ആൻഡ് സെക്കൻഡ് ഈസ് ഫോർ ഓഡ് ബിറ്റ്സ്. അപ്പൊ ഈവൻ ബിറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈവൻ കോമ്പണൻസ്. അപ്പൊ നമുക്ക് മൊത്തം ഓർഡർ ചെയ്തിരിക്കുന്ന സിഗ്നൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 0 1 0 0 1 1 1 1 0 1 എന്നാണ് നമുക്ക് കാണുന്നത്. അതിനകത്തുള്ള ഈവൻ ബിറ്റ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 0 and this 0 and this 1 and this 1 and this 0. അതുപോലെ തന്നെ ഓഡ് ബിറ്റ്സ് നമ്മൾ ഇവിടെ എടുക്കുകയാണ്. 1 this 1 0 and this 1 and this 1 and this 1. അങ്ങനെ നമ്മൾ ഓഡും ഈവനും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സിമ്പിൾ മാപ്പിംഗിലേക്ക് കൊടുക്കും. സിമ്പിൾ മാപ്പിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ബൈനറി സ്കീമാണ്. ആ ബൈനറി സ്കീമിൽ നമ്മൾ ബൈനറി സ്കീമിൽ യൂസ് ചെയ്ത പോലത്തെയാണ്. അതായത് ഇപ്പൊ 0 ആണെങ്കിൽ -1 1 ആണെങ്കിൽ +1 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈവനും ഓഡുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ B2n എന്നും B2n+1 എന്നും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് A2n ഉം A2n+1 യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പൾസ് ഫിൽറ്ററിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ AC cos 2π FCT കൊടുക്കുന്നുണ്ട്. അതിലെ തന്നെ ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് AC sin 2π FCT കിട്ടും. ഈ 2 സിഗ്നൽസും 2 എൻഡിൽ കൊടുക്കും. ഓഡ് സിഗ്നൽസ് നമ്മൾ AC cos 2π FCT വെച്ചാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഓഡ് സിഗ്നൽസിനെ നമ്മൾ AC sin 2π FCT വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അതിനുശേഷം 2നെയും കൂടെ നമ്മൾ QPSK സിഗ്നൽസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കും. അതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ബൈനറി ഡേറ്റ അറൈവിംഗ് വിൽ ബി സ്പ്ലിറ്റ് ഇൻടു സീരിയൽ പാരലൽ കൺവേർട്ടർ വെച്ചിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്തതിനു ശേഷം സീരിയൽ മാപ്പിംഗ് വെച്ചിട്ട് ചെയ്യും. അതിനുശേഷം മോഡുലേറ്റർ ചെയ്യുന്നത് പൾസ് ഷേപ്പിംഗ് ചെയ്തതിനു ശേഷമാണ് ചെയ്യുന്നത്. IFT എന്ന് പറയുമ്പോൾ സിഗ്മ n = -∞ to ∞ AN A2n V of t minus NT. Q of t എന്ന് പറയുന്ന സിഗ്മ n = -∞ to ∞ A2n+1 V of t minus NT എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഇനി QPSK മോഡുലേറ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രം ആണ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി QPSK കരിയർ പോകുന്നത് നമുക്ക് നോക്കാം. S(t) എന്ന് പറയുന്ന സിഗ്നൽ ഇതാണ്. അതിനകത്ത് 1 1 ആണെങ്കിൽ നമ്മൾ 1/√2 1/√2 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. S1(t) ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 0 1 ആണെങ്കിൽ നമ്മൾ -1/√2 1/√2 ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 0 ഉം π/4 ആയിരുന്നു ആദ്യമെങ്കിൽ ഇവിടെ 0 ഉം 3π/4 ആണ് യൂസ് ചെയ്യുന്നത്.
0 ആണെങ്കിൽ ഇവിടെ നമ്മൾ -1/√ഉം -1/√ഉം ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ 0യും 5π/4 ആണ് യൂസ് ചെയ്യുന്നത്. 10 ആണെങ്കിൽ 1/√ഉം -1/√ഉം ആണ് യൂസ് ചെയ്യുന്നത്. 2πfct 7π/4 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇത് ഡീമോഡുലേറ്റ് ചെയ്യുന്ന ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. ഡീമോഡുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ തന്നെ ഒരു ബാൻഡ് പാസ് ഫിൽറ്ററിലേക്ക് വരും. അതിനുശേഷം അതിനെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് 2 സിഗ്നൽസ് കിട്ടും. പോസ് സിഗ്നലും സൈനും കിട്ടും. ആ സൈൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ഹോൾഡർ സാമ്പിൾ ആൻഡ് ഹോൾഡർ വെച്ചിട്ട് സിമ്പിൾ ബിറ്റ് പീരിയഡിനനുസരിച്ച് സിമ്പിൾ നമ്മൾ സാമ്പിൾ ചെയ്തെടുത്ത സിഗ്നലിനെ ത്രെഷോൾഡ് കമ്പാരേറ്റർ വെച്ച് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ സിമ്പിൾ മാപ്പിംഗ് വെച്ചും അതുപോലെ തന്നെ പാരലൽ ടു സീരിയൽ കൺവേർട്ടർ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സിന്റെ റിവേഴ്സ് ഓപ്പറേഷൻ ചെയ്യും. ഈവൻ സിഗ്നൽസിനെയും ഓഡ് സിഗ്നൽസിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കും, മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിന്റെ സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രാം ആണ് നമ്മളിവിടെ കാണുന്നത്. സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രാം നമ്മളിവിടെ കാണുന്നുണ്ട്. സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രത്തിൽ നമുക്ക് 4 സിമ്പിൾസ് ആണുള്ളത്. S1, S2, S3 ആൻഡ് S4. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 11 ആൻഡ് -0 ആൻഡ് 1, 0 ആൻഡ് 1 0. ഓക്കെ, അത് നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെ കണ്ടത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 1 ആണെങ്കിൽ ഇതാണ്, നമ്മൾ 0 ആണെങ്കിൽ 0 ആണെങ്കിൽ 1. ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ ബൈനറി ആയിരുന്നപ്പോൾ നമ്മൾ കണ്ടായിരുന്നു അതൊരു ലീനിയർ ആയിട്ടാണ് നമ്മൾ കണ്ടത്. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഈ പോകുന്നത് 4 സിഗ്നൽസ് കടക്കുന്ന 4 പോയിന്റിലേക്കാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ഫംഗ്ഷൻസ്, 2 ബേസിക് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. 5.1 ആൻഡ് 5.2. 5.1 എന്ന് പറയുന്നത് കോസിനെ ബേസ് ചെയ്തും 5.2 എന്ന് പറയുന്നത് സൈനിനെ ബേസ് ചെയ്തുമാണ്. അതിനുശേഷം നമ്മൾ അതിനെ 4 എസിന്റെ അടുത്തുനിന്ന് 4 പോസിബിൾ കരിയർ ബസ് എടുക്കുന്നു. ±√TB, ±√TB. അതിപ്പം നമുക്ക് ഇതിനനുസരിച്ചാണ് നമ്മളിവിടെ 4 സിമ്പിൾസ് എടുത്തിരിക്കുന്നത്. 0 0 0 1 1 1 അനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ അതിന്റെ 4 സിമ്പിൾസ് എടുത്ത് മീറ്റർ റേഷ്യോ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. Q =√EB/N0 എന്നാണ്. Q എന്ന് പറയുന്നത് നമുക്കറിയാം RF ഫംഗ്ഷൻ ആണ്. 1/2 RF ഫംഗ്ഷൻ കോംപ്ലിമെന്റ് എന്നാണ്. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ഡെറിവേഷൻ അവസാനമുണ്ട്. നമ്മൾ ഈ ഓർത്തോഗണൽ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗിന്റെ ഒരു ചെറിയ മൈനർ ഡിഫറൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. ഓഫ്സെറ്റ് ക്വാഡ്രേച്ചർ ഫേസ് ഷിഫ്റ്റ് കീയിങ് ആണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്തൊരു മൈനർ വേരിയേഷൻസ് എന്ന് പറയുന്നത് നമ്മള് ഇതിനകത്ത് 0, 90 ആൻഡ് 180 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ ഷിഫ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതാണ് നമ്മൾ QPSK കണ്ടത് 4 പോയിന്റ്സ്. ഈ 4 പോയിന്റ്സിനകത്ത് എങ്ങോട്ട് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത്. ഇതിനകത്ത് അതേസമയം നിങ്ങൾ കാണുന്നുണ്ടാകും ഈ 4, അതായത് ഇപ്പോ നമ്മളിപ്പോ 0 കിടക്കുന്നതെങ്കിൽ നേരെ വരാൻ പറ്റുന്നത് 0 ദെൻ പോകാൻ പറ്റുന്ന 10 ദെൻ 11 അങ്ങനെ പോകാൻ പറ്റുന്നുള്ളൂ. ഇതിനകത്ത് അങ്ങനെയല്ല, എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, മാറാൻ പറ്റുന്നതാണ്. അതാണ് ഇതിന്റെ മെയിൻ ഡിഫറൻസ്. കോൺസ്റ്റന്റ് QPSK ഉള്ളത് ഇൻസ്റ്റന്റേനിയസ്ലി ഫ്രം 1 പീക്ക് ടു അനദറിലേക്ക് മാറാൻ പറ്റും. പക്ഷെ അങ്ങനെ വരുമ്പോൾ കുറച്ച് ഇന്റർഫറൻസ് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഓഫ്സെറ്റ് QPSK പോകുന്നത്. ഇതിനകത്ത് ±90 ഡിഗ്രി ഫേസ് ട്രാൻസിഷൻ മാത്രമേ ഇതിനകത്ത് അലോ ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രമാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് അതിനകത്തുള്ള ചെറിയ ഡിഫറൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് QPSK കുറിച്ച് പറയാനുള്ളത്. ദെൻ നമുക്ക് ഇനി പോകാനുള്ളത് നമ്മൾ ഇതുവരെ ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ് പറഞ്ഞു, ബൈനറി ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് പറഞ്ഞു, ഡിഫറൻഷ്യൽ ഫേസ് ഷിഫ്റ്റ് കീയിങ് പറഞ്ഞു, ദാറ്റ് ഈസ് എ നോൺ കോവറന്റ് മെത്തേഡ്. ദെൻ QPSK മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ നോൺ കോവറന്റ് ഓർത്തോഗണൽ മോഡുലേഷനെ കുറിച്ചാണ് പറയാൻ. ഇതാണ് 4 നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ അതിന്റെ ലാസ്റ്റ് ടോപ്പിക്കുകളിലേക്കാണ് പോകുന്നത്. നോൺ കോവറന്റ് ഓർത്തോഗണൽ മോഡുലേഷനകത്ത് നമ്മൾ 2 സിമ്പിൾസ് ഉണ്ട്. S1 ഓഫ് ടിയും S2 ഓഫ് ടിയും ആണുള്ളത്.
ഇത് നമ്മൾ ഓർത്തോഗണൽ സിഗ്നൽസ് വിത്ത് എനർജി G1 of G2 ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം G1 of and G2 of T എന്ന് പറയുന്ന ഒരു ഫേസ് ഷിഫ്റ്റഡ് വേർഷൻ ആണ് ഈ സിഗ്നലിന്റെ, വിച്ച് റിമെയിൻസ് ഓർത്തോഗണൽ ആണ്, ഈക്വൽ എനർജി ആണ്. നമ്മൾ ഇതിനെ നോൺ കോഹറന്റ് ഓർത്തോഗണൽ മോഡുലേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസീവർ സൈഡിൽ ചെയ്യുന്നത് G of T plus N of T, G2 of T plus N2 of T ആണ് നമ്മൾ പറയുന്നത്. S1 of T ആണ് നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സിഗ്നൽ G1 of T plus N of T യും S2 of T ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ G2 of T plus N of T ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. GFT ഇതിനകത്ത് നമ്മൾ റിസീവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ S1 of T യും S2 of T യും വെച്ചിട്ടാണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെയൊക്കെ ഫേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഈ നിങ്ങൾ ഡീകോഡർ കാണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സ് ഓഫ് ടിനെ നമ്മൾ നേരെ രണ്ട് മാച്ച്ഡ് ഫിൽട്ടറിലേക്ക്, നേരത്തെ ആണെങ്കിൽ നമ്മളിവിടെ ഒരു രണ്ട് ഫ്രീക്വൻസിനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കരിയർ ഫേസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ രണ്ട് മാച്ച്ഡ് ഫിൽട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മാച്ച്ഡ് ഫിൽട്ടേഴ്സ് 5.1 of T 5.2 of T വെച്ചിട്ടാണ് നമ്മൾ മാച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എൻവലപ്പ് ഡിറ്റക്ടറിൽ പോയതിനു ശേഷം സാമ്പിൾ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പം അതിനകത്തൊരു കമ്പാരിസൺ ഡിവൈസ് വെച്ചിട്ടുണ്ട്. I1 greater than I2 ആണെങ്കിൽ നമ്മൾ S1 of T ചൂസ് ചെയ്യും, I1 less than I2 ആണെങ്കിൽ S2 of T ചൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇതിനെ നോൺ ഓർത്തോഗണൽ മെത്തേഡിലേക്ക് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുന്നത് നോൺ കോഹറന്റ് ചാനലായിട്ടാണ്, രണ്ടും ഓർത്തോഗണലായിട്ടാണ് പറയുന്നത്. ആണ് ഇതിനെ ഫേസ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആണെങ്കിൽ മാത്രമാണ് phi of j ഓർത്തോഗണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോബബിലിറ്റി നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കുമ്പോൾ എക്സ് ഓഫ് ടി ഈക്വൽ ടു 5.1 of T 5.2 ഇൻ ഫേസ് ചാനലും ക്വാഡ്രേച്ചർ ചാനലും വെച്ച് ചെയ്യുന്നു. അതിന് പ്രോബബിലിറ്റി ഓഫ് എറർ എന്ന് പറഞ്ഞാൽ 1/2 എക്സ്പോണൻഷ്യൽ ഓഫ് EB by 2n0 ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു സെഷൻ ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. നമ്മുടെ നമ്മൾ ഇതിന്റെ ബിറ്ററർ പ്രോബബിലിറ്റി ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. ബിറ്ററർ പ്രോബബിലിറ്റി ജസ്റ്റ് അതിന്റെ വാല്യൂസ് മാത്രമേ പറഞ്ഞോളൂ. അത് എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് പറയുന്നതിന് മുമ്പായിട്ട് പഴയ കുറച്ച് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്രീവിയസ് അതിനകത്ത് ചോദിച്ചിട്ടുണ്ട് ഡിറൈവ് ദ ബിറ്റ് പ്രോബബിലിറ്റി ഓഫ് QPSK ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രോ ദ കോൺസ്റ്റലേഷൻ ഡയഗ്രാം ഫോർ QPSK മോഡുലേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ജനറേഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് QPSK സിഗ്നൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ QPSKയുടെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക, അതിന്റെ സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രാം വരയ്ക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ തന്നെ BPSKയുടെയും DFSKയുടെയും ജനറേഷൻ പ്രോബബിലിറ്റി ഓഫ് എറർ എക്സ്പ്രഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്തുള്ളത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീഡ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ ഡിറ്റക്ഷൻ ഓഫ് നോൺ കോഹറന്റ് ഓർത്തോഗണൽ മോഡുലേഷൻ സ്കീംസ്. ഇതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഈ PPTയിൽ നിന്ന് നമ്മൾ PDF-ലേക്ക് മാറുകയാണ്. അതിനകത്താണ് നമ്മൾ ഡെറിവേഷൻ ചെയ്തിരിക്കുന്നത്. ഡെറിവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു ഹാൻഡ് റിട്ടൺ നോട്ട്സിലേക്കാണ് പോകുന്നത്. ഹാൻഡ് റിട്ടൺ നോട്ട്സിലേക്ക് പോകും. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പോ ഇതിനകത്ത് നമ്മള് ഡീറ്റെയിൽ ഡെറിവേഷൻ ആണ് പറയുന്നത്. ഓൾറെഡി നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഫെമിലറൈസ്ഡ് ആണ്. നിങ്ങൾ കുറച്ച് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഹാൻഡ് റിട്ടൺ നോട്ട്സിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ BPSK ഡെറൈവ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. BPSKയുടെ പ്രോബബിലിറ്റി ഓഫ് ആർ ബൈനറി 1 ആണെങ്കിൽ നമ്മൾ x1 of t ഈക്വൽ ടു √2p. ഇതിനകത്ത് ഞാൻ EBയുടെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. √2p cos 2pi f0t x2 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2 minus √2p cos 2pi ft ആണ്. പ്രോബബിലിറ്റി ഓഫ് എററിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/2 എറർ ഫംഗ്ഷൻ കോംപ്ലിമെന്റ് ഓഫ് x0 of t minus x0t 2t by 2 √2 et സിഗ്മ എന്നാണ്
അതുപോലെ തന്നെ ഇത് മാച്ചിങ് ഫിൽറ്ററിന്റെ കോമൺ വാല്യൂ ആണ്. അപ്പൊ x01 of t മൈനസ് x0 of 2t ബൈ സിഗ്മ എന്നുള്ളതിന്റെ വാല്യൂ ദാറ്റ് ഈസ് ഇപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം x01 of t മൈനസ് x02 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 of t മൈനസ് ഓഫ് x1 of t എന്നുള്ള രീതിയിലേക്ക് മാറും. അതുകൊണ്ടാണ് നമ്മളിവിടെ 2/n0 into integral 0 to t x1 x square of t dt എന്ന് എടുത്തിരിക്കുന്നത്. x of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 of t മൈനസ് x2 of t ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു x square of t dt ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. x of t is equal to 2 into x1 of t ആയിട്ട് വരും. x1 of t മൈനസ് ഓഫ് x1 of t ആകുമ്പോൾ 2x1 of t ആവും. അപ്പൊ നമ്മൾ അത് ഈ ഇക്വേഷനിലേക്ക് പുട്ട് ചെയ്യുമ്പോഴത്തേക്കും 2/n0 into integral 0 to t 4x square t dt എന്നാവും. അതായത് 8/n0 നമ്മൾ വെളിയിലെടുത്ത് ഇന്റഗ്രൽ 0 to t x square of t dt എന്നാകും. ഓക്കെ, ഇനി അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും 2p cos square 2pi f0 t എന്നാവും. cos square തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 പ്ലസ് cos 2 തീറ്റ ബൈ 2 തീറ്റ എന്നുള്ള ഇക്വേഷൻ ആണ്. നമ്മൾ അതിനകത്ത് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ രണ്ട് സെക്ഷൻ ആയിട്ട് മാറ്റും. അതിനകത്ത് cos 4pi എന്ന് പറയുന്ന സാധനം നമുക്ക് 0 ആയിട്ട് വരും. അപ്പൊ നമുക്ക് ബാക്കി ലെഫ്റ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ഇന്റഗ്രൽ 0 to t x1 of s1 square of t dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p into integral 0 to t dt ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു EB ആണ്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് എററിന്റെ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഇക്വേഷൻ വെച്ചാൽ 8/n0 into EB എന്നുള്ളതാണ്. PE is equal to 1/2 എറർ ഫംഗ്ഷൻ കോംപ്ലിമെന്റ് ഓഫ് 1/2 √2 വരെയുള്ള നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു, നമ്മൾ അവിടെ കണ്ടതാണ്. ഓക്കെ, നമ്മളിവിടെ കണ്ട ഇക്വേഷൻ ആണ്. അതിൽ നിന്ന് നമ്മൾ വന്നിട്ട് 1/2 എറർ ഫംഗ്ഷൻ കോംപ്ലിമെന്റ് ഓഫ് EB/n0 എന്ന് എത്തും. ഇതാണ് നമ്മൾ പ്രോബിലിറ്റി ഓഫ് എററിന്റെ ഡെറിവേഷൻ. ഇത് സിമ്പിൾ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് മാത്രമേ ഇതിനകത്തുള്ളൂ. അത് അത്ര ഫെമിലർ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡെറിവേഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ബൈനറി FSK നോക്കാം. ബൈനറി FSK ആകുമ്പോൾ ഡെറിവേഷൻ ലിറ്റിൽ മോർ മാത്തമാറ്റിക്കലി കോംപ്ലക്സ് ആണ്. ബൈനറി 1 ആകുമ്പോൾ നമുക്ക് x1 of t is equal to root 2p cos 2pi f0 plus omega and root 2p cos 2pi f0 minus omega. x1 of t minus x2 of t ആകുമ്പോഴത്തേക്കും നമുക്ക് 2 root 2p വരും. അതിങ്ങനെ എടുക്കാൻ പറ്റും. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമ്മൾ x minus y cos of x minus y minus cos x plus y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം 2 sin x sin y എന്നാണ്. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം അതിന്റെ സ്ക്വയർ എടുത്ത് വരുമ്പോഴത്തേക്കും 4 sin square omega 0 t sin square omega t എന്നാവും. അതിനെ നമ്മൾ 2 sin square x എന്നുള്ള ടേമിലേക്ക് മാറ്റി ഓരോ ടൈമിനെ നമ്മൾ 2 sin square x എന്നുള്ള ടേം ആക്കിയിട്ട് 1 minus cos 2x ആക്കി മാറ്റും. 1 minus cos 2x ആക്കി മാറ്റുന്ന സമയത്ത് 2p into 1 minus cos 2 omega 0 t into 1 minus cos 2 omega t എന്നാക്കി മാറ്റും. അതിനുശേഷം അതിനെ ബ്രാക്കറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് കിട്ടുന്ന 1 minus cos 2 omega t minus cos 2 omega 0 t plus cos 2 omega 0 plus omega t എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് നമുക്ക് ഡെറിവേഷൻ നമുക്കറിയാം ഇന്റഗ്രൽ അകത്തേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും t മൈനസ് സൈൻ നമ്മൾ t2p എടുത്തു. TP നിന്ന് നമുക്ക് t എന്നുള്ള വാല്യൂ വെളിയിൽ എടുക്കുമ്പോൾ 1 മൈനസ് സൈൻ 2 omega t by 2 omega t എന്നാവും. മൈനസ് സൈൻ 2 omega t by 2 omega 0 t പ്ലസ് 1/2 ഈ 4 ടേം വരും. നമുക്കറിയാം സൈൻ തീറ്റ ബൈ തീറ്റ എന്നുള്ള ഫോമിലേക്ക് അതിനാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ലാസ്റ്റ് 3 ടേംസ് ഈ 3 ടേംസ് എന്ന് പറയുന്നതിന് നമുക്ക് സൈൻ 2 omega 0 by 2 omega 0 t എന്നുള്ള ടേംസിലാവും. കാരണം വെച്ചാൽ നമ്മളിപ്പോ omega 0 എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒമേഗയും omega 0 ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ വളരെ ചെറിയ വാല്യൂ ആണ് ഈ ഒമേഗ. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത്. നമ്മൾ സൈൻ 2 omega 0 t എന്നുള്ള ഫോമിലേക്ക് അതിനെ മാറ്റും. omega 0 എന്ന് പറയുന്ന ആംഗുലർ ഫ്രീക്വൻസി ആണ്. നമുക്ക് omega 0 t ഗ്രേറ്റർ ദാൻ 1 ആണ്. അതുകൊണ്ട് തന്നെ സൈൻ 2 omega 0 by omega 0 t എന്ന് പറയുന്നത് 0യിലേക്ക് അപ്രോച്ച് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒരേ ഒരു ടൈമേ ഉണ്ടാവും. 2pt into 1 minus sin 2 omega t by 2 omega t. അത് നമ്മൾ എറർ ഫംഗ്ഷന്റെ എറർ പ്രോബിലിറ്റിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ആ സ്ക്വയർ ടേം ആണ് നമ്മുടെ കയ്യിലുള്ള ആ സ്ക്വയർ ടേമിൽ നിന്ന് നമ്മൾ 2/n0 ഇൻറ്റു ഇന്റഗ്രൽ 0 to t x square of t dt. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത ഈ സാധനം നമുക്ക് കിട്ടുന്ന എന്താ 2pt ഇൻറ്റു 1 മൈനസ് സൈൻ 2 ഒമേഗ ടി ബൈ 2 ഒമേഗ ടി എന്നുള്ളതാണ്. അപ്പൊ 2 ഒമേഗ ടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 3π/2 ആണ്. 3π/2 ആണ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ. 3π/2 കൊടുക്കുമ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ്ലി കിട്ടുന്ന വാല്യൂ 4pt ഇൻറ്റു n/0. ഇതിന്റെ വാല്യൂ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0 ആക്കി മാറ്റിയതിന് ശേഷം 4pt/n0 ഇൻറ്റു 1 ദാറ്റ് ഈസ് 4pt/n0 എന്നുള്ള രീതിയിൽ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ 4pt/n0 എന്നുള്ള വാല്യൂ നമ്മൾ ഇവിടെയൊക്കെ ഇടുകയാണ്. p = 1/2 എറർ ഫംഗ്ഷൻ കോംപ്ലിമെന്റ് 1/2 √2 ഇൻറ്റു 4pt/n0. അപ്പോൾ നമ്മൾ അത് എഴുതുമ്പോൾ 1/2 എറർ ഫംഗ്ഷൻ കോംപ്ലിമെന്റ് ഇൻറ്റു √pt/2n0 എന്നാകും. pt = EB എന്നുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു കറക്റ്റ് വാല്യൂ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 0.6 എന്നുള്ള മാറിൽ മാറും. അതായത് ഇവിടെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തത് വാല്യൂ 3π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈ 0.6 വാല്യൂ വരും. ആ 0.6 E/n0 ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ 1/2 വന്നു, അപ്പോഴത്തേക്കും 0.5 വരും. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വാല്യൂ വ്യത്യാസത്തിൽ ഒരു 0.6 വന്നു. 0.6 E/n0 എന്നുള്ള വാല്യൂ വന്നു. ഇനി നമുക്ക് QPSK വാല്യൂ കൂടെ ഡെറൈവ് ചെയ്താൽ മതി. QPSK വാല്യൂ ഡെറൈവ് ചെയ്യാൻ നേരത്ത് P = 1/2 എറർ ഫംഗ്ഷൻ കോംപ്ലിമെന്റ് EB cos square theta by n0 എന്നുള്ള വാല്യൂ ആണ് എടുക്കുന്നത്. P1 എന്ന് പറയുന്ന 1/2 എറർ ഫംഗ്ഷൻ കോംപ്ലിമെന്റ് EB cos square theta by 2 and Pe2 = 1/2 എറർ ഫംഗ്ഷൻ കോംപ്ലിമെന്റ് EB cos square theta by n0. അപ്പൊ ഇത് രണ്ട് കോറിലേറ്ററും ഡിറ്റക്ട്സ് റോങ് സിഗ്നൽ. ഈ ഫേസ് ഷിഫ്റ്റ് ഓഫ് ദ കരിയർ ഈസ് മോർ ദാൻ 45 ഡിഗ്രി. 45 ഡിഗ്രിക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം നേരത്തെ 90 ഡിഗ്രിയാണ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ 0 ഒരു ബേസ് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇതിനകത്ത് നമുക്ക് ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പൊ അതിന്റെ മിഡ് എന്നുള്ള രീതിയിൽ നമ്മൾ 45 ഡിഗ്രി എടുക്കുകയാണ്. അപ്പൊ 45 ഡിഗ്രിക്ക് താഴെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 45 ഡിഗ്രിക്ക് മുകളിലാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. അപ്പം 45 ഡിഗ്രി കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വാല്യൂ തന്നെ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ തീറ്റ എന്നുള്ളതിന് 45 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. 45 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 1/2 എറർ ഫംഗ്ഷൻ കോംപ്ലിമെന്റ് √EB cos square 45/90 ഡിഗ്രി എന്ന് വരും. ദാറ്റ് ഈസ് = cos square 45 എന്ന് പറയുമ്പോൾ 1/√2 ആണ്. cos 45 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. therefore 1/2 എറർ ഫംഗ്ഷൻ കോംപ്ലിമെന്റ് EB/2n0 എന്നാകും. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് കറക്റ്റ് സിമ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാം. PC = 1 - PE1 into 1 - PE2 ആണ്. ദാറ്റ് ഈസ് = 1 - 2PE1 plus PE1 സ്ക്വയർ ആണ്. PE1 = PE2 എന്ന് അസ്യൂം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. PE1 <1 ആണെങ്കിൽ നമുക്കത് നെഗ്ലക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ PE1 സ്ക്വയറിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് PC എന്ന് പറഞ്ഞാൽ 1 - 2PE1 ആണ് നമ്മൾ എടുക്കുന്നത്. 1 - PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - 1 plus 2PE1 ആണ്. ദാറ്റ് ഈസ് = 2PE1 ആണ്. That is 2 into 1/2 error function complement into √EB/2n0 ആണ് നമ്മുടെ probability of error. അപ്പൊ error function complement EB/n0 is equal to probability of error ആണ്. ഈ error function complement into 1/EB/2n0 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. EB എന്ന് പറഞ്ഞ എനർജി ഓഫ് 1 ബിറ്റ് ആണ്. നമ്മളിവിടെ എനർജി ഓഫ് 1 സിമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എനർജി ഓഫ് സിമ്പിൾ is equal to 2EB ആണ്. നമ്മൾ 2 സിമ്പിൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് TS = 2TB ആകും. അങ്ങനെ വരുമ്പോൾ P = എറർ ഫംഗ്ഷൻ കോംപ്ലിമെന്റ് 4√TS/4n0 എന്നുള്ള വാല്യൂ നമ്മൾ എടുക്കണം. അതാണ് നമ്മൾ ഇതിനകത്തുള്ളത്. ഇതാണ് നമ്മൾ 3 ഡെറിവേഷൻ അതിന്റെ കൂടെ ചെയ്യാതിരുന്നത്. നമുക്ക് നമ്മളെ PPT-യിലേക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം. സർ, നമുക്ക് സെഷൻ കുറച്ച് സമയം കൂടെയാണ് ഉള്ളത്. 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക്. ഓക്കെ സർ, നമുക്ക് മുഹമ്മദ് ആഷിഖ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ട്, ഹൗ വിൽ വി സ്പ്ലിറ്റ് ദ സിഗ്നൽ ടു ഈവൻ ആൻഡ് ഓഡ് ഇൻ QPSK? കേൾക്കുന്നില്ല സർ. ഹൗ വിൽ വി സ്പ്ലിറ്റ് ദ സിഗ്നൽ ഇൻടു ഈവൻ ആൻഡ് ഓഡ് ഇൻ QPSK? ക്വസ്റ്റ്യൻ ഫ്രം മുഹമ്മദ് ആഷിഖ്. ഓഡ് ആൻഡ് ഈവൻ ആയിട്ട് ചെയ്യാൻ നമ്മളൊരു സീരിയൽ ടു പാരലൽ. ഞാനത് സ്ലൈഡിലേക്ക് വന്നോട്ടെ. സ്ലൈഡിലേക്ക്
നമ്മളിവിടെ ഒരു സീരിയൽ ടു പാരലൽ കൺവേർട്ടർ യൂസ് ചെയ്യുന്നു. സീരിയൽ ടു പാരലൽ കൺവേർട്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈവൻ ആയിട്ടും ഓഡ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നത്. സീരിയൽ ടു പാരലൽ കൺവേർഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് എടുത്തിട്ട് ഓരോ ബിറ്റും ചെക്ക് ചെയ്തിട്ട് ഈവൻ ആണോ ഓഡ്. അതിനകത്ത് ഈവൻ ബിറ്റിനാകുമ്പം 2n ആയിരിക്കും, ഓഡ് ബിറ്റ് ആകുമ്പോൾ 2n+1 ആയിരിക്കും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ചെയ്യും. ഓക്കെ സർ. അടുത്തൊരു ചോദ്യം സാർ, അതിനിടയ്ക്ക് പ്രൊപ്പഗേഷൻ ഡിലേ ഇൻ സം റേഡിയോ ചാനൽസ് എന്ന് ഒരു കോട്ട് പറഞ്ഞിരുന്നു. Can you give some practical situation on that? Propagation delay in some radio channels. അനിരുദ്ധ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ചോദിച്ചിരിക്കുന്നു. പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് നമ്മളിപ്പോ നോൺ കോഹറന്റിലേക്ക് പോകാനുള്ള കാര്യമാണ് പ്രൊപ്പഗേഷൻ ഡിലേ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഈ ലോക്കലി ജനറേറ്റ് ചെയ്യുന്ന ഒരു സിഗ്നൽ വെച്ചിട്ടാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റും. ലോക്കലി ജനറേറ്റ് ചെയ്യുന്ന ഒരു സിഗ്നൽ വേണം, കോഹറന്റ് മോഡുലേഷൻ സിഗ്നൽസ്. പക്ഷെ നോൺ കോഹറന്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഫേസ് വേണ്ട. ഈ കോഹറന്റ് സ്കീംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോ സപ്പോസ് ഒരു ട്രാൻസ്മിഷൻ ഇങ്ങനെ ത്രൂ ബിറ്റ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സിഗ്നല് പെട്ടെന്ന് തന്നെ അതിന്റെ ഫേസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എങ്കിൽ അതിന്റെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ ഒരു പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ നമ്മള് റേഡിയോ ചാനൽസ് തന്നെയാണ് നമുക്ക് അത് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ചാനൽസിലൊക്കെ സിഗ്നൽസ് ഇങ്ങനെ ബേസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ബേസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ട്രാക്കിംഗ് ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോഹറന്റ് മോഡുലേഷനിൽ നമ്മൾ ഫേസ് ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഫേസ് ലോക്ക്ഡ് ലൂപ്പ് അത് ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി ഇവർ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ S4-ൽ ഫേസ് ലോക്ക്ഡ് ലൂപ്പ് വരുമ്പോഴത്തേക്ക് ഒരു ലോക്കിംഗ് റേഞ്ചും ക്യാപ്ചർ റേഞ്ചും വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമുക്കൊരു കറക്റ്റ് ട്രാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു റാപ്പിഡ്ലി ചേഞ്ച് ചെയ്യുന്ന ഫേസസ് ആണെങ്കിൽ നമുക്ക് അതിനെ ലോക്ക് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്. ഓക്കെ സർ. ഒരു ക്വസ്റ്റ്യൻ പിന്നെ വന്നിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു സാർ അത് ഇടയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബൈനറി മോഡുലേഷൻ സ്കീമും ക്വാഡ്രേച്ചർ മോഡുലേഷൻ സ്കീമും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ബൈനറി മോഡുലേഷനിൽ നമ്മൾ 2 ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, 0-ഉം 1-ഉം. മാത്രമല്ല അതിന് നമ്മൾ 0-യും 180-യും ആണ് യൂസ് ചെയ്യുന്നത്. ക്വാഡ്രേച്ചറിനകത്ത് നമ്മൾ 2 സിമ്പിൾസ് യൂസ് ചെയ്യുന്നു, 0 0 0 1 1 1 ആൻഡ് 1 1 1 0 യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓരോ സിഗ്നൽസും തമ്മിൽ 90 ഡിഗ്രി ആണ് ഫേസ് വരുന്നത്. അപ്പൊ 45 അങ്ങനെയാ വരുന്നത്. ഓക്കെ സർ. അഞ്ജന ചോദിച്ചിരിക്കുന്നത് ERFC വാല്യൂ ഒന്ന് ഡിഫൈൻ ചെയ്യാമോ, എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ. ERFC എന്ന് പറയുന്നത് നമുക്ക് നമുക്കൊരു ടേബിൾ ഉണ്ട്. നമുക്ക് ഓൾറെഡി ടേബിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ ERFCയുടെ വാല്യൂ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. ERFന്റെ വാല്യൂ എറർ ഫംഗ്ഷൻ ആണ് നമുക്ക് അവൈലബിൾ. അപ്പൊ 1/2 എറർ ഫംഗ്ഷൻ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയാലും അതിനകത്ത് നമുക്ക് 1 - എറർ ഫംഗ്ഷൻ എടുക്കേണ്ടി വരും. എടുത്തു കഴിഞ്ഞാൽ എറർ ഫംഗ്ഷൻ കോംപ്ലിമെന്റ് കിട്ടും. അപ്പോൾ സപ്പോസ് ഇപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പൊ ഇതിനകത്ത് തന്നെ ഈ പ്രോബ്ലത്തിനകത്ത് തന്നെ EB/2n0 EB/2n0യുടെ വാല്യൂ ഒരു 0.6 സംതിങ് കിട്ടിയത്, 0.6 ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ 0.6ന്റെ എറർ ഫംഗ്ഷൻ വാല്യൂ നമുക്ക് കിട്ടാം. ആ ടേബിളിൽ വെച്ചിട്ടാണ് കിട്ടുന്നത്. അത് നോക്കുമ്പോൾ കിട്ടും. നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ ഒക്കെ ബാക്കിലുണ്ടാവും, ഇല്ലെങ്കിൽ നമുക്ക് അത് എടുക്കാൻ പറ്റുന്ന. അപ്പൊ ആ വാല്യൂ എടുത്തതിന് ശേഷം ആ വാല്യൂ 1-ൽ നിന്ന് കുറയ്ക്കണം. അപ്പോഴാണ് നമുക്ക് എറർ ഫംഗ്ഷൻ കോംപ്ലിമെന്റ് കിട്ടുന്നത്. അഞ്ജന ഓക്കെ ആണോ? ഓക്കെ സാർ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. നമുക്കത് സാറിന് ഞങ്ങൾ അയച്ചു തരാം. അതിനുശേഷം അതിന്റെ മറുപടി പിടിച്ച് അയച്ചു കൊടുക്കാം. സെഷനിൽ വന്ന കാര്യങ്ങൾ തന്നെയാണ്. ചില ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ പറയാമോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ബിഫോർ എൻഡിങ് അപ്പ് ഈ ഭാഗത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സാർ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നും കൂടെ പരീക്ഷയ്ക്ക് പ്രോബ്ലംസ് ഇതുപോലത്തെ പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാം. ഞാൻ ഒരു സാമ്പിൾ പ്രോബ്ലം ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്.
കാരണം എങ്ങനെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രോബ്ലംസ് ചോദിക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ് ബിറ്റ് എറർ പ്രോബബിലിറ്റി. ബിറ്റ് എറർ പ്രോബബിലിറ്റിയുടെ ഡെറിവേഷൻ സിമ്പിൾ ആണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, സിമ്പിൾ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് മാത്രമേ അതിനകത്തുള്ളൂ. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. നമ്മൾ പഴയ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ, KTUവിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും കേരള യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. UPSK, BPSK, BFSK ഇത് മൂന്നുമാണ് നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള സ്കീംസ്. അതിനകത്ത് ബിറ്റ് എറർ പ്രോബബിലിറ്റി ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ളത് UPSKയുടെ കോൺസ്റ്റലേഷൻ ഡയഗ്രാം, പിന്നെ അതിന്റെ ട്രാൻസ്മിറ്റർ ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ടാണ് ജനറേഷന്റെ ഡിറ്റക്ഷന്റെ ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതുപോലെ തന്നെ നോൺ കോഹറന്റ് ഓർത്തോഗണൽ മോഡുലേഷൻ സ്കീംസിന് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് ഇത്രയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എനിക്ക് കിട്ടിയിട്ടുള്ള പ്രീവിയസ് KTU ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം വെച്ചിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അതല്ലാതെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇപ്പം ഡിഫറൻഷ്യൽ ഫേസ് ഷിഫ്റ്റ് കീയിങ് എന്താണെന്ന് ചോദിക്കാം, ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ് എന്താ മെത്തേഡ് എന്ന് ചോദിക്കാം, ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതാൻ ചോദിക്കാം. ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതാൻ പറയുമ്പോൾ നമുക്ക് വേണ്ടത് മെയിൻ ആയിട്ട് അതിന്റെ ട്രാൻസ്മിറ്റർ, അതിന്റെ റിസീവർ, അതിന്റെ കോൺസ്റ്റലേഷൻ ഡയഗ്രാം, പിന്നെ എന്താണ് അതിന്റെ ബേസിക്സിൽ പറഞ്ഞിരിക്കുന്ന പ്രോബബിലിറ്റി ഓഫ് എററിന്റെ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതിയാവും. പ്രത്യേകിച്ച് ഡെറൈവ് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഡെറിവേഷൻ ചെയ്യേണ്ടത്. ഡെറിവേഷൻ സിമ്പിൾ ആണ്. മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് അതിന്റെ ഇടയ്ക്കുള്ളത് വളരെ ചെറുതാണ്. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു സർ, നമ്മുടെ സമയമായിട്ടുണ്ട്. എനിവേ ഇറ്റ് വാസ് എ വെരി വണ്ടർഫുൾ സെഷൻ ആക്ച്വലി. ആസ് an engineering graduate of the same trade, I must admit that the session was really awesome. എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥികൾക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കണം ഫീൽ ചെയ്തിട്ടുണ്ടാവുക. അസാപ്പിന്റെ ഓൺലൈൻ ക്ലാസ്സസിൽ തന്റെ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച നിയാസറാണ് നമ്മുടെ കൂടെ ഒരു മണിക്കൂർ സെഷനിൽ ഉണ്ടായിരുന്നത്. ഐ എം വെരി മച്ച് താങ്ക്ഫുൾ ടു the effort and the presence of Niyaz in this session. തുടർന്നും നമ്മൾ ഇത്തരം ക്ലാസ്സുകളിൽ, ഓൺലൈൻ സെഷനിൽ സാറിന്റെ ക്ലാസ്സുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച് സർ. Thank you Asap for inviting me to this venture. ഇതിനകത്ത് പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് I would like to thank to my management, IHRD Director Dr. Suresh Kumar sir, my principal Nisha Kurivala ma'am, and my HOD KT Shanava sir for the constant support they have given for me. Okay, thank you all. Thank you Asap. Okay, thank you very much sir. Thank you all students. എല്ലാ വിദ്യാർത്ഥികളും തുടർച്ചയായ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന അസാപ്പിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ പെൻഡിങ് മൊഡ്യൂൾസ് അറ്റൻഡ് ചെയ്ത് നമ്മുടെ ഈ ലോക്ക്ഡൌൺ കാലഘട്ടം വളരെ നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസപരമായി വിനിയോഗിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് സെഷൻ. താങ്ക് യു എവരിവൺ. Okay, shall I pause? Yes sir, thank you sir.